പോലെ ആ വഴിക്ക് പോകുമ്പോ ലൈറ്റ് വേണമെങ്കിൽ പറഞ്ഞു ഓഫ് ചെയ്ത് കൊടുത്തോ. ലൈറ്റ് കിടന്നോട്ടെ, വണ്ടി കാണുള്ളൂ. അവര് പറയാൻ തെണ്ടികള് അവിടെ ഇവൻ വീഡിയോ പിടിച്ചിട്ടിരിക്കണേ. നമ്മുടെ സ്ട്രാറ്റജി എന്താന്ന് മനസ്സിലായി. We'll ask permission later. What? Posting it. Denson bro, it's not a copyright. കൺട്രോൾ ഇതെന്താണ്? ആകാശത്തേക്കാ വണ്ടി പോണത്. അവനത്ര ലൈറ്റ് ഒന്നും ഇല്ല. അവന് വഴി അറിയാം, നമുക്ക് വഴി എനിക്ക് അറിയില്ലേ. ആ ബെസ്റ്റ് ഷോട്ട്. സൈഡിലും കൂടി 2 ലൈറ്റ് വെക്കണം. അത് നല്ലതാ, സൈഡിൽ കൂടി കാണാൻ. ഇനി ഇവിടുന്ന് കുറച്ച് ഇറങ്ങുന്നത് ഇച്ചിരി ടൈറ്റ് ആയിരിക്കും, സ്ലിപ്പർ ആയിരിക്കും. നീ ഗോപ്രോ പിടിക്കുന്നോ ഒറ്റ കയ്യിൽ? വേണ്ട, ഞാൻ 2 കൈ ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഒരു ടോർച്ചിന്റെ ഒരാൾ വരുന്നു. ടോർച്ചോ? ഒരാൾ വരുന്നുണ്ട്, ടോർച്ച് വെപ്പിച്ച്. കണ്ടില്ലേ? അത് ടോർച്ചല്ല, അത് ലൈറ്റാ. അങ്ങനെ തോന്നുന്നു. മേളിൽ പോയതിന്റെ അത്. ഓ സിക്നസ്, ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ആണ്. നടന്നിറങ്ങിപ്പോ ഞാൻ പക്ഷെ ഇവിടെ സ്ലിപ്പായിട്ടുണ്ട്. ഇവിടെ സ്ലിപ്പായോ നിന്റെ വണ്ടി? അല്ല, നമ്മൾ നിന്ന പോയിന്റ് ചാടിയോ? ഇല്ലല്ലോ, ഇത് അവര് വരുന്ന വഴിയല്ലേ? ആ, ഇതാ മറ്റേ വഴി, കുത്തിറക്കം. അതിലിറങ്ങിയില്ല. വേണ്ട, റിസ്ക് എടുക്കണ്ട. നമുക്ക് ഇവരുടെ പുറകെ പോയി താഴത്തോടെ എത്തിയാൽ മതി. അത് മതി, പതുക്കെ പോയാൽ മതി. നമുക്കും നല്ല. പക്ഷെ അവൻ ചില സമയത്ത് ബ്രേക്ക് പിടിക്കുന്നുണ്ട്. എനിക്ക് ഈ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ബ്രേക്ക് പിടിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. വണ്ടി എങ്ങനെ ചവിട്ടിയിട്ട് വണ്ടി ട്രാക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി അതിൽ പോണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മൊമെന്റത്തിൽ മെല്ലെ അങ്ങ് ഇറങ്ങും. ആ ഒരു മൊമെന്റ് ഉണ്ടാവും. അതിൽ ടയർ സ്ലിപ്പാവുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു മൊമെന്റത്തിൽ നമ്മളെ ഫോട്ടോ എടുത്തു അല്ലേ? ഇല്ലില്ല, അവർ ചിരിക്കും. കാരണം അവിടെ കാണില്ല, അതുകൊണ്ട് ഇങ്ങനെ ലോങ് എടുത്ത് തിരിക്കണം. വിളയ്ക്കുമ്പോൾ അപ്പുറത്തെ മല കാണാട്ടോ ജീപ്പില്. ഇത് വിളയ്ക്കുമ്പോ അപ്പുറത്തെ മല കാണാട്ടോ. നമ്മുടെ ലൈറ്റിലല്ലേ? അതെ. ഇല്ല, അതെ മരങ്ങളാണ്. കൂടിപ്പോയി. ഇല്ല, കറക്റ്റാണ്. ഇവിടെ ഇറങ്ങുമ്പോൾ സ്റ്റിയറിംഗ് കൈവിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അടിക്കും, പെട്ടെന്ന് അടിച്ച് കൈവിട്ടു. നമ്മൾ ഫസ്റ്റ് ഗിയറിലല്ല ഇറങ്ങുന്നേ. ലോ ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അവൻ നോക്കി ഇറങ്ങുള്ളൂ. നമ്മൾ ഓടിച്ചില്ലെങ്കിൽ അവൻ ബ്രേക്ക് പിടിച്ചങ്ങ് ഉറക്കിയുള്ളൂ. ഇപ്പത്തെ വണ്ടിക്കല്ലേ എന്താ ഹിൽ ഡിസെന്റ്, മറ്റേത് മറിച്ചത്, ഇറ്റ്സ് ഓൾ ക്ലീൻ ആൻഡ് നീറ്റ്. വണ്ടി തന്നെ എൻ്റെ ഇതിലും നോക്കും. ഇത് മച്ചാ നൈസ് ഷോട്ടാ. നമ്മുടെ ആ ലൈറ്റിന്റെ വിസിബിലിറ്റി ഉണ്ടാവില്ലേ? എവിടെയെങ്കിലും ഒന്ന് മുട്ടിക്കണം. താറിന്റെ ഗുണം അതാ, നമുക്ക് സങ്കടമില്ല. അല്ല, അതൊന്നും ആവാനില്ലല്ലോ. ഒന്നും ആവാനില്ല. ഇത് പജീറോ നീ ഇവിടെ കേട്ടിട്ടുണ്ടോ? പജീറോ ഒരു പ്രാവശ്യം.
പജോറോ ഇച്ചിരി നമ്മള് ജീപ്പിന്റെ അത്ര എളുപ്പമല്ല. കാരണം വെച്ചാൽ അത് ലോങ് വീൽ ബേസ് ആയതുകൊണ്ടേ നമ്മള് കുറച്ച് ബ്രൈറ്റ് അടിക്കുമ്പോൾ സൈഡൊക്കെ കാണുന്നുള്ളൂ സത്യം പറഞ്ഞാൽ. ഇവിടെ നമ്മൾ സ്ലിപ്പ് ആവുന്ന സ്ഥലം. ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് കേറാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? ലോങ് വീൽ ബേസ് ആയതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ പജോറോ സ്പോട്ട് ഇവിടെ വന്നിട്ട് ടയർ പൊട്ടിയോ? അവൻ അതിന്റെ ലോ റേഷ്യോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നോക്കിയല്ലോ നീ പറഞ്ഞ പോലെ ലോ റേഷ്യോ വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു, ഹൈയിൽ തന്നെ ഇട്ടിട്ട് ചവിട്ടി വണ്ടി ടയർ കറങ്ങി ആ സൈഡിൽ കല്ലിൽ തട്ടി സാധനം പൊട്ടി. അത് സ്പോട്ടായിരുന്നു, പജറോ അല്ലായിരുന്നു. പജറോ മുമ്പേ കയറുന്നിട്ട് അവസാനം വിഞ്ച് വെച്ച് ലോക്ക് ചെയ്തിട്ട് ടയർ മാറി. വിഞ്ചിട്ട് ലോക്ക് ചെയ്ത് ടയർ മാറിയിട്ടാണ് പിന്നെ കയറ്റി അവിടെ ഇട്ടു. നമ്മളവിടെ ചായ കുടിക്കുന്ന സ്ഥലല്ലേ, അവിടെ ഒരു ചെറിയ നിരപ്പ് ഉണ്ടല്ലേ, അവിടെ ഇട്ടിട്ട് അത് ഇവിടെ അല്ല കേട്ടോ, താഴെയാ. നമ്മളെ ചായ പിടിച്ച സ്ഥലമല്ല എടാ, നമ്മള് ആ ചായ കൊടുക്കണ്ടെന്ന് പറഞ്ഞല്ലേ അവിടെ. അതിന് മുമ്പാ, ഇവിടെ അല്ല. അപ്പൊ അതിന് മുമ്പ് ടയർ പൊട്ടി. എന്നിട്ട് അവിടെ ഇട്ടിട്ട് ആ മോളിൽ കയറി. ജിമ്മിനിക്കൊന്നും പ്രശ്നമല്ല, അതിന് അത്ര വലിയ ടഫില്ലടത്. ജിമ്മിനൊക്കെ സുഖമായിട്ട് കയറി പോകും, വെയിറ്റും ഇല്ലല്ലോ. ഇവിടെ ആരുമില്ല സ്റ്റേജിൽ. മെയിൻ്റെനൻസ് ആണ് ബാക്കി വണ്ടികളെ ഇങ്ങോട്ട് കയറ്റാൻ ബുദ്ധിമുട്ടാണ്. അതെ അതെ അതെ, അല്ലാണ്ട് കയറാക്കൊന്നുമില്ല. കുട്ടമ്പഴ കയറിയില്ലേ, സ്ട്രഗിൾ ചെയ്തോ നമ്മളല്ലോ. ഇവിടെ എവിടെയാ നമ്മൾ സ്റ്റക്കായ? Here only, right? We got struck. ബാക്കിൽ ഇട്ടിട്ടുണ്ടോ? No, it's not on. It is. ബാക്ക് വീലിലെ ട്രാക്ക് കാണുന്നില്ല. CM സാറേ, ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ മോഡിഫിക്കേഷൻ. അതെ, ഈ വഴിയിലൂടെയൊക്കെ വണ്ടി പോകണമെങ്കിൽ ഇതുപോലത്തെ ലൈറ്റും ഇതുപോലത്തെ ആംബുലേഷൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്യേണ്ട സസ്പെൻഷൻ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വേണം. അതെ. അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് ഇവിടെ തീരെയാണ്. ഇത് ലാസ്റ്റാണ്. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഓഫ് റോഡ് ഇല്ല. അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം അല്ലേ? ഫുഡ് ഫസ്റ്റ് നമ്മൾ താഴെ നല്ല പൊറോട്ടയും ബീഫും കിട്ടും. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ കൂടെ വീഡിയോ ഇടും, എന്നിട്ട് നമ്മൾ സൈൻ ഓഫ് ചെയ്യും. അപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞിട്ടോ, ഇതാണ് നമ്മുടെ എൻഡ്. ഇത് കഴിഞ്ഞാൽ ഓഫ് റോഡ് കഴിഞ്ഞ് ഇനി അടുത്ത ഓഫ് റോഡായിട്ട് നമ്മൾ വീണ്ടും കാണും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഫോക്സ് നമുക്കൊരു പറ്റിൽ പറ്റി. ഇവിടെ പൊറോട്ടയും ബീഫും കിട്ടിയില്ല, വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യങ്ങളൊന്നും വീക്കെൻഡ് ആണെന്ന് തോന്നുന്നു. രാവിലെ ഞങ്ങൾ കഴിച്ചായിരുന്നു നല്ല പൊറോട്ടയും ബീഫും. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ചേട്ടൻ ഫ്രീ ആയിട്ടൊരു പഴം തന്നു, അതുകൂടി കഴിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. നല്ല ഇഞ്ചിയുടെ ചായ. അപ്പോൾ ഫോക്സ് ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ ബൈ.